ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 3 സെൻസേഴ്സും കൂടെ പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രെയിൻ ഗേജസും പിന്നെ പൊട്ടൻഷ്യോമീറ്റർ എന്നീ പറയുന്ന 2 സെൻസേഴ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു 3 സെൻസേഴ്സിനെ പറ്റി പഠിക്കാം. ആദ്യത്തേത് കപ്പാസിറ്റി സെൻസർ. ഈ കപ്പാസിറ്റി സെൻസർ പേര് പോലെ തന്നെ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് അത് മെഷർ ചെയ്താണ് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുന്നത്. ഈ സെൻസർ ഉപയോഗിക്കുന്നത് സാധാരണ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനാണ്. അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ടാണ് ഈ കപ്പാസിറ്റി സെൻസർ യൂസ് ചെയ്യുന്നത്. ഒരു ബോഡി എത്രത്തോളം മൂവ് ചെയ്തു, ലീനിയർലി എത്രത്തോളം മൂവ് ചെയ്തു, എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് സാധാരണ ഈ കപ്പാസിറ്റി ടൈപ്പ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, ഈ 3 അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് 3 ഇൻഡിവിജ്വൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. ഇതിപ്പം ആദ്യത്തെ ടൈപ്പ് നോക്കുക. ഈ കപ്പാസിറ്റി സെൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് 2 പ്ലേറ്റ് കാണും, അതിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റൻസ് കാണും. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, ഒരു ബോഡിയിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്ലേറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് ചേഞ്ച് വരും, അല്ലെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്തതിന് പൊസിഷൻ ചേഞ്ച് വരും. അതിനനുസരിച്ച് കപ്പാസിറ്റൻസിൽ ഒരു വേരിയേഷൻ ഉണ്ടാകും. ആ കപ്പാസിറ്റൻസ്, ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം ചേഞ്ച് ഡിസ്റ്റൻസിൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് മാറി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കപ്പാസിറ്റി സെൻസർ എന്ന ഈ സാധനം ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്തെടുക്കാനാണ്. അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറായിട്ടാണ് ഈ കപ്പാസിറ്റി സെൻസർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ അറേഞ്ച്മെൻറ്റ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിൽ 2 പ്ലേറ്റ് ഉണ്ട്. 2 പ്ലേറ്റ് ഇടയിൽ തമ്മിൽ ഒരു ഗ്യാപ്പും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്തിരിക്കും. ഇതിൽ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഫിക്സഡ് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി മുകളിലത്തെ പ്ലേറ്റ് ഫിക്സഡ് ആയിരിക്കും, താഴത്തെ പ്ലേറ്റ് ആയിരിക്കും മൂവബിൾ. എന്തെങ്കിലും ഒരു കമ്പോണൻറ്റ് മൂവ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സെൻസർ ഉപയോഗിക്കുന്നത്. ആ മൂവ് ചെയ്യുന്ന കമ്പോണൻറ്റ് ഡയറക്റ്റ്ലി ഈ മൂവ് ചെയ്യുന്ന ഈ പ്ലേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. അതായത് കമ്പോണൻറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ പ്ലേറ്റും കൂടെ മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ പ്ലേറ്റ് സ്റ്റേഷനറിയാണ്, അത് ഫിക്സഡ് ആണ്. താഴത്തെ പ്ലേറ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ 2 പ്ലേറ്റിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടതെങ്കിൽ, അതായത് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് മെഷർ ചെയ്യേണ്ടത്, ആ കമ്പോണൻറ്റ് ഈ മൂവ് ചെയ്യുന്ന പ്ലേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. ആ കമ്പോണൻറ്റ് മൂവ് ചെയ്യുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ആ പ്ലേറ്റും കൂടെ മൂവ് ചെയ്യും. ഈ പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള കപ്പാസിറ്റൻസ്, ഈ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസിൽ ഒരു വേരിയേഷൻ ഉണ്ടാകും. ആ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡിസ്റ്റൻസ് ഈ പ്ലേറ്റ് മൂവ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കമ്പോണൻറ്റും, ഈ പ്ലേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റും എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കപ്പാസിറ്റി സെൻസറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇത് ഒരു അറേഞ്ച്മെൻറ്റ്. രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ്, ഈ അറേഞ്ച്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 പ്ലേറ്റും ഓവർലാപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഇതിലൊരു പ്ലേറ്റ് ഫിക്സഡ് തന്നെയായിരിക്കും, അത് മൂവ് ചെയ്യത്തില്ല. താഴത്തെ പ്ലേറ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഈ താഴത്തെ പ്ലേറ്റ് ആക്ച്വലി മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലിയാണ്. ഈ പ്ലേറ്റ് ആക്ച്വലി മൂവ് ചെയ്യുന്ന മുകളിലോട്ടും താഴോട്ടുമാണ്. അപ്പോൾ അതായത് ഈ ഗ്യാപ്പാണ് ചേഞ്ച് ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും കപ്പാസിറ്റൻസിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 പ്ലേറ്റും ഓവർലാപ്പ് ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് ആ മൂവബിൾ പ്ലേറ്റ് ഹൊറിസോണ്ടലി ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ഈ പ്ലേറ്റിന് പാരലായിട്ടായിരിക്കും, ആ ഡയറക്ഷനിലായിരിക്കും ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നത്. ഏത് കമ്പോണൻറ്റ് മൂവ്മെൻ്റ് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, ആ കമ്പോണൻറ്റ് ഈ താഴത്തെ പ്ലേറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കും. ആ കമ്പോണൻറ്റ് മൂവ് ചെയ്യുമ്പോൾ അതേ ഡയറക്ഷനിലോട്ട് തന്നെ ആ പ്ലേറ്റും കൂടെ മൂവ് ചെയ്യും. അങ്ങനെ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ ഗ്യാപ്പിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇത് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഈ പ്ലേറ്റ് തന്നെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അതിന് ബേസ് ചെയ്ത് ഇവിടെ കപ്പാസിറ്റൻസ് വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ വേരിയേഷനോ കപ്പാസിറ്റൻസും മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഡിസ്റ്റൻസ് ഈ പ്ലേറ്റ് മൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കമ്പോണൻറ്റും എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ഇവിടെ ഈ ഗ്യാപ്പാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ ഇവിടെ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പകരം ഈ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയിലായിരിക്കും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും കപ്പാസിറ്റൻസ് ചേഞ്ച് വരുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ 2 പ്ലേറ്റും ഫിക്സഡ് തന്നെയായിരിക്കും, അതിന് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല, ഈ ഗ്യാപ്പും ഫിക്സഡ് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്ക് ഒരു ഡൈ ഇലക്ട്രിക് കമ്പോണൻറ്റ് കാണും, അതായിരിക്കും മൂവ് ചെയ്യുന്നത്. ഏത് കമ്പോണൻ്റ് ആണോ മൂവ് ചെയ്യുന്ന, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണോ മെഷർ ചെയ്യേണ്ടത്, ആ കമ്പോണൻറ്റ് ഈ ഒരു പീസുമായിട്ട് ജോയിൻ ചെയ്തിരിക്കും, ഈ ഒരു കമ്പോണൻറ്റുമായിട്ട്
ലിങ്ക് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ കമ്പോണൻറ്റ് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു കമ്പോണൻറ്റ്, ഈ ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്ന ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാക്കിയ ഈ ഒരു കമ്പോണൻ്റ് ആയിരിക്കും ഈ മൂവ് ചെയ്യുന്നത്. പിന്നെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസിൽ വേരിയേഷൻ ഉണ്ടാകും. കാരണം ഈ പ്ലേറ്റ് ഇങ്ങനെ, ഈ ഡൈഇലക്ട്രിക് പ്ലേറ്റ് ഇതിങ്ങനെ നീങ്ങുമ്പോൾ, ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്ന ഗ്യാപ്പിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ഗ്യാപ്പ് കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. പക്ഷേ ഈ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഏരിയയിൽ ഡിഫറൻസ് വരും. ഇതിപ്പോൾ ഇത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ ഉണ്ടാകും. അപ്പം ഇവിടെയും ആ വേരിയേഷൻ ഓഫ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ സാധിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഈ ഡൈ ഇലക്ട്രിക് കമ്പോണൻറ്റ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി ഈ കമ്പോണൻറ്റിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മെയിൻ കമ്പോണൻറ്റ് അത് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കപ്പാസിറ്റി സെൻസർ. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ ആയിട്ടാണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് വേറെയും ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ്സ് മെഷർ ചെയ്തെടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ബേസിക്കലി ഇത് പ്രൈമറിലി ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കപ്പാസിറ്റി സെൻസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് എത്രയാണോ അത് മെഷർ ചെയ്താണ് ഇത് എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മൂവ് ചെയ്ത് എന്ന് അത് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതാണ് കപ്പാസിറ്റി സെൻസറിൻ്റെ വർക്കിംഗ്. ഇത് 10 മാർക്കിന് ചോദിക്കാനുള്ളതില്ല, എന്നാലും 5 or 6 മാർക്സിന് ചോദിക്കും. ഈ 3 ഫിഗറും വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാണ് കപ്പാസിറ്റി സെൻസർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സെൻസർ. ഇനി നാലാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് LVDT. എക്സാമിന് ഈ LVDT എന്നായിരിക്കും മിക്കവാറും മെൻഷൻ ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സെൻസറാണ് ഈ LVDT എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നാണ്. LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇത് പേര് പറയും പോലെ തന്നെ ഇത് ബേസിക്കലി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രൈമറിലി ഉപയോഗിക്കുന്നത്. ബേസിക്കലി ഇത് ഉപയോഗിക്കുന്ന ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ആംഗുലർ അതിന് വേണ്ടിയല്ല, ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ സെൻസർ ഉപയോഗിച്ച് തന്നെ വേറൊരു ആപ്ലിക്കേഷനും കൂടെ, പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും കൂടെ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. ഈ സെൻസറിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ നടുക്ക് ഒരു കോറുണ്ട്. അതൊരു മൂവബിൾ കോറാണ്. ഒരു മാഗ്നറ്റിക് കോർ എന്ന് പറയാം. ഈ മാഗ്നറ്റിക് കോറിൽ 3 വൈൻഡിങ്സ് ചുറ്റിയിട്ടുണ്ട്. ഈ വൈൻഡിങ്സ് ഒരിക്കലും ഈ കോറിൽ ടച്ച് ചെയ്യത്തില്ല. ഈ കോർ എന്ന് പറഞ്ഞാൽ, ഈ മൂവബിൾ കോർ എന്നുള്ളത് ഈ 3 വൈൻഡിങ്സിൻ്റെ ഉള്ളിലായിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു മാഗ്നറ്റിക് കോറാണ്. ആ മാഗ്നറ്റിക് കോറിൽ 3 വൈൻഡിങ്സ് കോയിൽസ് ചുറ്റിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ നടുക്കത്തെ കോയിൽ എന്ന് പറഞ്ഞാൽ പ്രൈമറി കോയിലാണ്. പിന്നെ പ്രൈമറി കോയിലിൻ്റെ മുകളിലും താഴെയുമായിട്ട് സെക്കൻഡറി കോയിൽസ് ഉണ്ട്. ഈ സെക്കൻഡറി കോയിൽസ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഈ സെക്കൻഡറി കോയിലിൻ്റെയും, ഇതും സെക്കൻഡറി കോയിൽ തന്നെയാണ്, ഇതും സെക്കൻഡറി കോയിലാണ്, ഇതും സെക്കൻഡറി കോയിലാണ്. ഈ രണ്ടിൻ്റെയും നമ്പർ ഓഫ് ടേൺസ് ഈക്വലായി നമ്മൾ വരയ്ക്കാവും. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ ഒരു 10 നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ ഇവിടെയും 10 തന്നെ വരയ്ക്കണം. എത്ര നമ്പർ ഓഫ് ടേൺസ് ഈക്വലായിട്ടേ വരയ്ക്കാവും. അത് സെയിം നമ്പർ ഓഫ് ടേൺസ് തന്നെ ഇവിടെ വേണമെന്നില്ല. ഇത് പ്രൈമറി കോയിലാണ്, അതുകൊണ്ട് തന്നെ ടേൺസിൻ്റെ എണ്ണം കുറവായിരിക്കും. അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഈ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്ന ഈ കോയിലും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കണം നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സെക്കൻഡറി കോയിൽ ഇവിടെ വൈൻഡ് ചെയ്തിരിക്കുന്ന, ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ കോയിൽ ചെയ്തു, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് വയർ ഇങ്ങനെ എടുത്ത് നേരെ താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് പിന്നെ മുകളിലോട്ട് വൈൻഡ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെയായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ, ഇവിടെ കറണ്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ സെക്കൻഡറി കോയിലിൽ ഒരു EMF ജനറേറ്റ് ചെയ്യും. സാധാരണ നമ്മുടെ ട്രാൻസ്ഫോമറിലൊക്കെ വരുന്ന പോലെ തന്നെ ഇവിടെ സെക്കൻഡറി കോയിലിൽ ഒരു EMF ജനറേറ്റ് ചെയ്യും. ആ EMF എന്ന് പറയുന്നത്, ഇവിടെ സെക്കൻഡറി കോയിലിൽ EMF ജനറേറ്റ് ചെയ്യും. അത് ഈ സെക്കൻഡറി കോയിലും EMF ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ താഴത്തെ സെക്കൻഡറി കോയിലും EMF ജനറേറ്റ് ചെയ്യും. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, രണ്ടിലും നമ്പർ ഓഫ് ടേൺസ്, ഈ സെക്കൻഡറി കോയിൽ, ഈ താഴത്തെ സെക്കൻഡറി കോയിലും മുകളിലത്തെ സെക്കൻഡറി കോയിലും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറയുന്ന ഈക്വൽ വാല്യൂ തന്നെയായിരിക്കും. ഈക്വൽ വോൾട്ടേജിലുള്ള EMF ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ വൈൻഡ് ചെയ്തിരിക്കുന്ന മെത്തേഡിൻ്റെ പ്രത്യേകത കൊണ്ട് ഈ ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് തമ്മിൽ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും EMF ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിപ്പം ഒരു റെഫറൻസ് പൊസിഷൻ ആണെന്ന് കരുതുക. ഇവിടെയും ഒരു ലെറ്റ്സ് സേ 10 വാൾട്ട് EMF ജനറേറ്റ് ആവുന്നു, ഇവിടെയും 10 വാൾട്ട് EMF ജനറേറ്റ് ആവുന്നു. അപ്പോൾ രണ്ടിൻ്റെയും വോൾട്ട് എന്ന് പറയുന്ന ഈക്വലാണ്, പക്ഷേ രണ്ടും ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ജനറേറ്റ് ആവുന്നത്. അതായത് ഇവിടെ പോസിറ്റീവ് 10 വാട്ട് ആണെങ്കിൽ ഇവിടെ -10 വാട്ട് ആയിരിക്കും ജനറേറ്റ് ആവുന്നത്. ഞാൻ ഈ 10 വാട്ട് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അതായിരിക്കത്തില്ല, സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ.
അപ്പം ഇവിടെ രണ്ട് സെക്കൻഡറി കോയിലും EMF ജനറേറ്റ് ചെയ്യും. അത് ഈക്വൽ എമൗണ്ട് ആയിരിക്കും EMF ജനറേറ്റ് ചെയ്യുന്നത്. അത് രണ്ടും ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വരുന്ന രീതിയിലായിരിക്കും, ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും EMF ജനറേറ്റ് ചെയ്യുന്നത്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പൊസിഷൻ ആണെന്ന് പറയാം. കാരണം ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് ടേൺസ്, ഇവിടെയും ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ഈ മൂവബിൾ കോർ, മാഗ്നറ്റിക് കോർ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഫുള്ളി കവർ ചെയ്ത് ഇതിലുള്ള ടേൺസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് ഈ മൂവബിൾ കോർ. അതുപോലെ തന്നെ ഇവിടെയും എല്ലാ ടേൺസും കവർ ചെയ്യുന്ന രീതിയിലാണ്, ഈ കോയിലുള്ള എല്ലാ ടേൺസും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ മൂവബിൾ കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫറൻസ് പൊസിഷൻ ആണെന്ന് പറയാം ഈ മൂവബിൾ കോയിലിൻ്റെ. ഈ ഒരു പൊസിഷനിൽ വെച്ച് ഈ സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന രണ്ട് EMFും ഈക്വൽ തന്നെയായിരിക്കും. പക്ഷേ അത് ഒപ്പോസീവ് ആയതുകൊണ്ട് രണ്ടും കൂടെ ക്യാൻസലായി പോകും. അതായത് നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന അതേ എമൗണ്ട് ഓഫ് EMF തന്നെയായിരിക്കും ഇവിടെയും ജനറേറ്റ് ചെയ്യുന്ന, രണ്ടും ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ഇതിൻ്റെ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ കുഴപ്പമെന്തെന്ന് വെച്ചാൽ, സപ്പോസ് ഇപ്പോൾ ഈ മൂവബിൾ കോർ അത് മൂവ് ചെയ്യുകയാണെന്ന് കരുതിക്കോളുക. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കമ്പോണൻ്റ് മൂവ്മെൻ്റ് ആണ് മെഷർ ചെയ്തെടുക്കേണ്ടത്. എത്ര ഡിസ്റ്റൻസ് ആ കമ്പോണൻറ്റ് മൂവ് ചെയ്തു എന്നാണ് മെഷർ ചെയ്തെടുക്കേണ്ടത്. ആ കമ്പോണൻറ്റ് ഡയറക്റ്റ് ഈ മൂവബിൾ കോറിൽ കൊണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പോണൻറ്റ് മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ മൂവബിൾ കോറും കൂടെ മൂവ് ചെയ്യുക എന്ന് കരുതുക. സപ്പോസ് ഇപ്പോൾ ഈ മൂവബിൾ കോറ് താഴോട്ടാണ് മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. താഴോട്ടാണ് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ബാർ, ഇവിടെ ഈ ബാർ ഇത്രയാണല്ലോ ഉള്ളത്, അത് താഴോട്ട് മൂവ് ചെയ്യുന്നു. താഴോട്ട് മൂവ് ചെയ്ത് ഇതുവരെയൊക്കെ എത്തുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇത്രയും ടേൺസ് മാത്രമേ അത് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പക്ഷേ അതേസമയം ഇവിടെ ഈ മൂവബിൾ കോഡ് താഴോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് ഇവിടെ ഇത്രയും ടേൺസ് തന്നെ കവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ മൂവബിൾ കോഡ് ഇപ്പോൾ ഈ പോർഷനിലാണെങ്കിൽ ഇത് താഴോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് ഈ ബാക്കി വരുന്ന ടേൺസ് മാത്രമേ ഇവിടെ കവർ ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന EMF കുറവായിരിക്കും. ഈ സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന EMF കുറവായിരിക്കും. പക്ഷേ ഇവിടെ സെക്കൻഡറി കോയിൽ EMFന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇവിടെ നേരത്തെ 10 വോൾട്ടാണ് EMF ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മേ ബി 5 or 6 വോൾട്ട് EMF ജനറേറ്റ് ആവുന്നുള്ളൂ. കാരണം മൂവബിൾ കോഡ് താഴോട്ട് പോയി. താഴോട്ട് പോകുന്നത് വെച്ചാൽ ഇവിടെ ഈ സെക്കൻഡറി കോയിൽ ഫുള്ള് കവർ ചെയ്ത് നിൽക്കത്തില്ല. താഴോട്ട് മേ ബി ഇവിടെ താഴെയുള്ള 3-4 ടേൺസ് മാത്രമേ കവർ ചെയ്യുന്ന രീതിയിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ജനറേറ്റ് ആവുന്ന EMF കുറവായിരിക്കും കമ്പയർ ടു താഴത്തേത്. അപ്പോൾ ഇതിൻ്റെ സം എടുക്കുമ്പോൾ നെറ്റ് ഔട്ട്പുട്ട് എടുക്കപ്പോഴേക്കും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ എന്താണെന്നാലും 0 എന്ന് പറയുന്നൊരു വാല്യൂ വരത്തില്ല. രണ്ടും ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ ഇവിടെ കുറവും, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF കുറവും, ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF നേരത്തെ റെഫറൻസിലുള്ള അതേ EMF തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇതിന് രണ്ടിൻ്റെയും കൂടെ നെറ്റ് ഔട്ട്പുട്ട് എടുക്കുമ്പോഴേക്കും ഒരു 0 അല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. ലെറ്റ്സ് സേ ഇവിടെ 10 വോൾട്ടും ഇവിടെ 6 വോൾട്ടും ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നെറ്റ് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ മേ ബി 4 വാട്ട്സേ കിട്ടത്തുള്ളൂ. അത് മേ ബി പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിരിക്കും. അത് മൂവബിൾ കോർ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുന്ന ബേസ് ചെയ്ത് ചില സിറ്റുവേഷനിൽ പോസിറ്റീവ് 4 ആയിരിക്കും കിട്ടുന്നത്, ചില കേസിൽ നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ മൂവബിൾ കോർ എത്ര ഡിസ്റ്റൻസ് താഴോട്ട് മൂവ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് മുകളിലോട്ട് മൂവ് ചെയ്തു എന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊക്കെ, ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനൊക്കെ ഇതിനുള്ള ജനറേറ്റ് ചെയ്യുന്ന EMFൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഈ മൂവബിൾ കോർ ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്തതെന്നും എത്ര ലെങ്ത് അത് മൂവ് ചെയ്തുവെന്നും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുവഴി ഈ മൂവബിൾ കോറിൽ കൊണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റും എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്നും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സപ്പോസ് ഇപ്പോൾ ഈ മൂവബിൾ കോർ മുകളിലോട്ടാണ് മൂവ് ചെയ്യണമെന്ന് കരുതുക. മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോഴേക്കും ഈ പാർട്ട് മുകളിലോട്ട് കയറി വരുന്നു. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് നമ്പർ ഓഫ് ടേൺസിൽ മാത്രമേ അത് EMF ജനറേറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ആ കേസിലാണെങ്കിൽ ഇവിടെ EMF കുറവായിരിക്കും. ഈ താഴത്തെ സെക്കൻഡറി കോയിലിൽ EMF കുറവായിരിക്കും. അതേസമയം മുകളിലത്തെ സെക്കൻഡറി കോയിൽ പഴയതുപോലെ തന്നെ, അതായത് റെഫറൻസ് പൊസിഷനിലുണ്ടായിരുന്ന അത്രയും എമൗണ്ട് EMF തന്നെ ജനറേറ്റ് ആവും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുമ്പോഴേക്കും ഒരു വാല്യൂ ആയിരിക്കും, 0 അല്ലാത്തൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ മൂവബിൾ കോർ ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്തത്, എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത് എന്ന് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാനൊക്കും. അതുവഴി മൂവബിൾ കോറിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മെയിൻ കമ്പോണൻറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന സെൻസർ. ഇത് ബേസിക്കലി ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നത്. ഈ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുക എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രൈമറി ഫംഗ്ഷനാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ മെഷർ ചെയ്യുന്നത് ആക്ച്വലി പ്രഷറാണ്. ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ നമ്മൾ ലീനിയർ LVDT ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിലും 2 സെക്കൻഡറി കോയിലുണ്ട്. ഇത് ആദ്യത്തെ സെക്കൻഡറി കോയിൽ, ഇത് രണ്ടാമത്തെ സെക്കൻഡറി കോയിൽ. നടുക്ക് വരുന്നതാണ് പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. ഇതിലാണ് ഒരു AC ഇൻപുട്ട് കൊടുക്കുന്നതും ആ സമയത്ത് സെക്കൻഡറി കോയിലിൽ EMF ജനറേറ്റ് ചെയ്യുന്നത്. ഇതും മറ്റതുപോലെ തന്നെ EMF ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഒരെണ്ണത്തിൽ പോസിറ്റീവ് EMF ആണ് ജനറേറ്റ് ചെയ്യുന്നത്, മറ്റേതിൽ നെഗറ്റീവ് EMF ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു മൂവബിൾ കോറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റേതിലെ പോലെ തന്നെ മൂവബിൾ കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ മൂവബിൾ കോർ ഒരു കമ്പോണൻറ്റിൽ കൊണ്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് എന്ന് പറയുന്നത് ഒരു ബെല്ലോസ് ആണ്. ഇവിടെ ഒരു പ്രഷർ, ഫ്ലൂയിഡിൻ്റെ പ്രഷർ, ഫ്ലൂയിഡ് അകത്ത് കയറാനുള്ള ഹോളുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഇത്. ഇവിടെ ഫ്ലൂയിഡിൻ്റെ പ്രഷറിനനുസരിച്ച് ഈ ബില്ലോസ് എക്സ്പാൻഡ് ചെയ്യുകയും കംപ്രസ് ചെയ്യുകയും ചെയ്യും. കൂടുതൽ പ്രഷർ വരികയാണെങ്കിൽ ഈ ബില്ലോസ് എക്സ്പാൻഡ് ആവും. അതേസമയം കുറച്ച് പ്രഷർ വരുന്നുള്ളൂ എങ്കിൽ ആ ബില്ലോസ് കംപ്രസ്ഡ് ആയി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രഷർ, ഈ ഫ്ലൂയിഡ് അകത്ത് ഏറുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ കാരണം ബില്ലോസ് എക്സ്പാൻഡ് ആവുകയോ കംപ്രസ്ഡ് ആവുകയോ ചെയ്യും. അപ്പോൾ ഈ ബില്ലോസ് എക്സ്പാൻഡ് ആവുകയോ കംപ്രസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് ഈ മൂവബിൾ കോറിൻ്റെയും പൊസിഷന് ചേഞ്ചസ് വരാം. മൂവബിൾ കോർ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മൂവ് ചെയ്യുന്നതായിട്ട് വരും. അപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ മൂവബിൾ കോറിൻ്റെ ഈ മൂവ്മെൻറ്റ് ബേസ് ചെയ്ത് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന EMF വേരി ചെയ്യാം. ഈ 2 കോയിലും ജനറേറ്റ് ചെയ്യുന്ന EMFന് ഡിഫറൻസ് വരാം. അതിൻ്റെ നെറ്റ് ഔട്ട്പുട്ട് എടുക്കുമ്പോഴേക്കും അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഡിഫറൻസ് ബേസ് ചെയ്ത് ഈ മൂവബിൾ കോറ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊക്കും. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അതിനെ ബേസ് ചെയ്ത് ഈ ബില്ലോസ് എത്ര ഡിസ്റ്റൻസ് അത് എക്സ്പാൻഡ് ചെയ്തു, എത്ര ലെങ്ത് അത് എക്സ്പാൻഡ് ചെയ്തു അല്ലെങ്കിൽ കംപ്രസ് ചെയ്തു എന്നും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊക്കും. അതിനെ ഇൻ്റർപോളേറ്റ് ചെയ്ത് ഈ ബില്ലോസിൻ്റെ അകത്തോട്ട് കയറുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നേരത്തെ കാലിബ്രേഷനൊക്കെ ചെയ്തു വച്ചിരിക്കും. ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ ബേസ് ചെയ്തായിരിക്കും ഈ ബില്ലോസ് എക്സ്പാൻഡ് ചെയ്യുന്നത്, കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന നെറ്റ് ഔട്ട്പുട്ട് EMF ഔട്ട്പുട്ട് എത്രയാണെന്നോ അതിനെ ബേസ് ചെയ്ത് ഈ മൂവബിൾ കോറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള പ്രഷർ എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനൊക്കും. അപ്പോൾ ഇത് ഒരു LVDTയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ LVDT ബേസിക്കലി യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാനാണ് എങ്കിൽ പോലും പല ടൈപ്പ് ഓഫ് മെഷർമെൻറ്റ് നമുക്ക് ഈ ഒരു സെൻസർ ഉപയോഗിച്ച് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ പ്രഷറാണ് മെഷർ ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യുന്ന LVDT ഉപയോഗിച്ച് പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് LVDT എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ സത്യം പറഞ്ഞാൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. LVDTയുടെ വർക്കിംഗ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരച്ചിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതേസമയം LVDT ഉപയോഗിച്ച് ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ കേസിലാണെങ്കിൽ ഈ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് LVDT എന്ന് പറയുന്ന ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തൊരു ടൈപ്പ് ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു സെൻസറും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇതൊരു പ്രോക്സിമിറ്റി സെൻസറാണ്. ഇതിൽ ഡിസ്പ്ലേസ്മെൻ്റ് എല്ലാം മെഷർ ചെയ്യുന്ന പ്രോക്സിമിറ്റി, അതായത് ഒരു സെൻസറിൻ്റെ കവറേജ് ഏരിയയിൽ, അതിൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രോക്സിമിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ കവറേജ് ഏരിയയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ, എന്തെങ്കിലും ഒരു ബോഡിയുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസറാണ് പ്രോക്സിമിറ്റി സെൻസർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എഡി കറണ്ട് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയും. കാരണം എഡി കറണ്ട് എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ വർക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു കോയിലാണ്. ഈ കോയിലിലോട്ട് ഒരു AC കറണ്ട് കടത്തി വിടുമ്പോഴേക്കും ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. ഈ കോയിലിലോട്ട് കറണ്ട് കടത്തി വിടുമ്പോൾ അതിന് ചുറ്റും വളരെ പവർഫുള്ളായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആവും. ഇനി ഈ സെൻസർ എന്ന് പറയുന്നത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഈ സെൻസറിൻ്റെ പ്രോക്സിമിറ്റിയിൽ, അതിൻ്റെ കവറേജ് ഏരിയയിൽ എന്തെങ്കിലും ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയലിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ സെൻസർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്തെങ്കിലും കണ്ടക്റ്റീവ് മെറ്റീരിയൽ, നോൺ കണ്ടക്ടർ അല്ല, എന്തെങ്കിലും കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈ സെൻസറിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ഒരു പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കുന്നത്. നമ്മുടെ കാറിലൊന്നും ഈ സെൻസർ അല്ല യൂസ് ചെയ്യുന്നത്. കാറിൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണോ അതിൻ്റെ റേഞ്ചിൻ്റെ അടുത്തോട്ട് വരുന്നത്, ബാക്ക് ബമ്പറിൻ്റെ അടുത്തോട്ട് വരുന്നത് എന്നല്ല മെഷർ ചെയ്യുന്നത്. ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ഈ സെൻസർ ഉപയോഗിക്കുന്നത് ഈ സെൻസറിൻ്റെ റേഞ്ചിൽ, അതായത് അതിൻ്റെ കവറേജ് ഏരിയയിൽ എന്തെങ്കിലും കണ്ടക്റ്റീവ് മെറ്റീരിയൽ വരുന്നുണ്ടോ, അതിൻ്റെ പ്രസൻസ് വരുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ, എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ എഡി കറണ്ട് പ്രോക്സിമിറ്റി സെൻസർ യൂസ് ചെയ്യുന്നത്.
ഇതിൻ്റെ വർക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോയിലുണ്ട്, അതിലേക്ക് ഒരു AC കറണ്ട് കടത്തി വിടുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഫോം ആവും. എന്തെങ്കിലും ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈ കോയിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് അടുത്തേക്ക് വരുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിലും ഒരു കറണ്ട് ഫോം ചെയ്യും. അതാണ് എഡി കറണ്ട് എന്ന് പറയുന്നത്. അത് ഈ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആ പ്ലേറ്റിലാണ് ഫോം ചെയ്യുന്നത്. ഈ ഫോം ആവുന്ന എഡി കറണ്ട് മൂലം ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിൻ്റെ ചുറ്റും അതിലുള്ള എഡി കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അതിൻ്റെ അടുത്തായിട്ടും ചെറിയതായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആകും. ഈ എഡി കറണ്ട് മൂലം ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിലും ഒരു വളരെ വീക്കായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ആകും. ഈ ജനറേറ്റ് ആവുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. ആ ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പം ഈ എഡി കറണ്ട് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ കോയിലിൻ്റെ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിനൊരു ഡിസ്റ്റോർഷൻ സംഭവിക്കും, ഡിസ്റ്റോർഷൻ ഉണ്ടാക്കും. ആ ഡിസ്റ്റോർഷനെ മെഷർ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഈ ഡിവൈസിൽ കാണും. അതായത് ഇതിൽ ആക്ച്വലി മെഷർ ചെയ്യുന്നത് നമ്മുടെ ഈ കോയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന് എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ഈ ഡിവൈസിൽ ഈ ഒരു സെൻസർ ഉപയോഗിച്ച് ആക്ച്വലി കണ്ടെത്തുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ എന്തോ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈ കോയിലിൻ്റെ അല്ലെങ്കിൽ ഈ സെൻസറിൻ്റെ അടുത്തോട്ട് വരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ എന്തെങ്കിലും കണ്ടക്റ്റീവ് മെറ്റീരിയൽ അതിൻ്റെ ഈ കോയിലിൻ്റെ അടുത്തോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആ പ്ലേറ്റിലും കൂടെ ഒരു എഡി കറണ്ട് ഫോം ചെയ്യുന്നതും അതുമൂലം അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ആവുന്നതും ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡിസ്റ്റോർഷൻ അതിനൊരു ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിസ്റ്റോർഷനെ നമ്മുടെ മെയിൻ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഡിസ്റ്റോർഷനെ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. ആ ഡിസ്റ്റോർഷൻ്റെ വേരിയേഷൻ ബേസ് ചെയ്ത് ഈ കണ്ടക്റ്റീവ് മെറ്റീരിയൽ അതിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടോ, എത്ര ഡിസ്റ്റൻസ് മാറിയ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുണ്ട് എന്ന് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈ കോയിലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ ഈ ഒരു മെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നുള്ളൂ. ആ ഡിസ്റ്റോർഷനാണ് നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈ കോയിലിൻ്റെ അടുത്തേക്ക് വന്നില്ല എങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നില്ല. എപ്പോഴാണോ ഈ ഒരു പ്ലേറ്റ് എന്ന കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഈ കോയിലിൻ്റെ അടുത്തേക്ക് വരുന്നത് ആ സമയത്തായിരിക്കും ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നത്. ആ ഡിസ്റ്റോർഷനെ സെൻസ് ചെയ്ത് അപ്പം തന്നെ അത് സിഗ്നൽ കൊടുക്കുന്നത് ഈ കോയിലിൻ്റെ അടുത്തായിട്ട് എന്തോ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എഡി കറണ്ട് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നതിൻ്റെ വർക്കിംഗ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ഒരു സിമ്പിളായിട്ടുള്ള ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഫിഗർ മനസ്സിലാകാൻ കുറച്ച് പാടാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഫിഗർ വരയ്ക്കുക, അല്ലെങ്കിൽ ഈ ഒരു 3 പോലെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫിഗർ തന്നെ വരച്ച് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇത് 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് എഡി കറണ്ട് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന സെൻസറാണ്. ഇതൊരു പ്രോക്സിമിറ്റി സെൻസറാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ എല്ലാം പ്രോക്സിമിറ്റി സെൻസറാണെന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഈ എഡി കറണ്ട് പ്രോക്സിമിറ്റി സെൻസറിൻ്റെ വർക്കിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 2-3 സെൻസേഴ്സിനെ പറ്റി കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.